ഷെഫീഖ് വരോടാണ് നമ്മളെ 20,000 രൂപ ബഡ്ജറ്റിൽ 2 ഗേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. 12 അടി നീളത്തിലുള്ള 2 ഗേറ്റാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഓരോ ഗേറ്റിനും 20,000 രൂപന്റെ ബഡ്ജറ്റാണ് വന്നിട്ടുള്ളത്. 20,000 എന്ന് പറയുന്നത് നമ്മൾ മെറ്റീരിയലിന്റെ റേറ്റ് മാത്രമാണ് കേട്ടോ. ലേബറിന്റെ റേറ്റ് നമ്മൾ പറയുന്നില്ല. മെറ്റീരിയലിന് വന്നിട്ടുള്ള റേറ്റ് ആണ്. ഒരു 20,000 രൂപ ബഡ്ജറ്റിന്റെ താഴെയാണ് വന്നിട്ടുള്ളത്. രണ്ടും 12 അടിയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ കാണുന്ന 2 ഗേറ്റാണ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഒന്ന് വരുന്നത് 12 അടി നീളത്തിൽ 2 സൈഡിലേക്ക് തുറക്കുന്ന ഫോൾഡിംഗ് ടൈപ്പിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു 5 അടി ഹൈറ്റ് വരുന്ന രീതിക്കാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നേരെ ഇവിടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം 8 അടിയും ഒരെണ്ണം 4 അടി ആയിട്ടുള്ള ഒരു 12 അടി നീളത്തിലുള്ള ഗേറ്റാണ് ഈ കാണുന്നത് കേട്ടോ. ഒന്ന് സ്ലൈഡിങ്ങും അതേപോലെ തന്നെ ഒരു പീസ് ഫോൾഡിങ്ങും ആയിട്ടാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു ഗേറ്റിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് 3 കൊന്നറിന്റെ ഔട്ടർ ഫ്രെയിമും അതേപോലെ തന്നെ 3 കൊന്നും 1 കൊന്നും ഇടയിൽ ഒരു CNC കട്ടിങ്ങും അത് വരുന്ന രീതിക്കാണ് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. എല്ലാം 16 ഗേജിന്റെ പൈപ്പാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ റെയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1.5 ആംഗിൾ കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ പോളിഷ് റാഡാണ് അരഞ്ചിന്റെ കൊടുത്തിട്ട് അതിലേക്കാണ് പിടിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നെയിലോൺ വീലുകളാണെന്നുണ്ടെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടാണ്. അതേപോലെ തന്നെ അതിന്റെ ഫിറ്റിംഗ്സിലുള്ള കുറ്റികളുണ്ടല്ലോ, അത് ബോൾ ഇഞ്ചസ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഓടാമ്പലും മറിയും കാര്യങ്ങളും എല്ലാം 16 ഗേജിന്റെ പൈപ്പും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇഞ്ചസ് ആണെങ്കിൽ ബോൾ ഇഞ്ചസ് കാര്യങ്ങൾ 4ക്ക് 1ന്റെ 16 ഗേജിന്റെ പൈപ്പാണ് ഈ കൊടുത്തിട്ടുള്ളത് കേട്ടോ. വൈറ്റ് പെയിന്റ് ഒക്കെ അടിച്ചിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം ഇതിലേക്ക് വന്നിട്ടുള്ള മെറ്റീരിയലിന്റെ റേറ്റ് മാത്രമാണ് 20,000 രൂപ ബഡ്ജറ്റിന്റെ താഴെയാണ് വന്നിട്ടുള്ളത്. 20,000 രൂപന്റെ താഴെയാണ് വന്നിട്ടുള്ളത്. ഇതിലേക്കാണെന്നുണ്ടെങ്കിലും അവിടേക്കാണെന്നുണ്ടെങ്കിലും. അപ്പൊ ഈ ഒരു ഗേറ്റിന്റെ വീഡിയോ നമ്മൾ പറയുമ്പോഴേ 20,000 രൂപ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾ കമന്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതിനും കമ്മിയുള്ള റേറ്റിൽ ഞങ്ങൾ ചെയ്യലുണ്ട് എന്നുള്ളത്. ആ കമ്മിയുള്ള റേറ്റിൽ ചെയ്യുമ്പോൾ 18 ഗേജ് ഇട്ട് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഏകദേശം 20,000 രൂപ ബഡ്ജറ്റിന്റെ അത്രയും താഴത്തേക്ക് ഒരു 15 രൂപ ബഡ്ജറ്റിലേക്ക് വരുന്നുണ്ടാവുള്ളൂ. ഇതിപ്പോൾ നമ്മൾ കംപ്ലീറ്റ് 16 ഗേജിന്റെ നല്ല പൈപ്പ് ഇട്ടാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഫിറ്റിംഗ്സുകളാണെന്നുണ്ടെങ്കിലും എല്ലാം നമ്മൾ സ്ട്രോങ്ങിലാണ് കൊടുത്തിട്ടുള്ളത്. അത് കാരണമാണ് ആ ബഡ്ജറ്റ് വന്നിട്ടുള്ളത്. ചിലർ പിന്നെ പറയും നമുക്ക് ഈ ഒരു റേറ്റിന് എങ്ങനെ ചെയ്ത് കൊടുക്കാൻ പറ്റും, എങ്ങനെ മുതലാവുക എന്നുള്ളത്. അവരുടെ പണി അങ്ങനെ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ലേബർ പറയാത്തത്. ലേബർ പറയാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചിലവർ നല്ല രീതിക്ക് വർക്ക് ചെയ്യുന്നുണ്ടാവും. നല്ല രീതിക്ക് പറയുമ്പോൾ പെയിന്റിങ് അടക്കം നല്ല ജോയിന്റിൽ ബോഡി ഫില്ലർ കാര്യങ്ങൾ, സ്പ്രേ പെയിന്റിങ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് അതിൻ്റെതായ റേറ്റിൽ മാറ്റങ്ങൾ ലേബർ കൂടുമ്പോൾ അതിനനുസരിച്ച് റേറ്റിൽ മാറ്റം വരും. അതുകൊണ്ടാണ് നമ്മൾ ലേബർ പറഞ്ഞിട്ടില്ല, ഒരിക്കലും ലേബർ പറഞ്ഞിട്ടില്ല. നമ്മൾ കാരണം കൊണ്ട് വേറൊരാൾക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലേബർ പറയാത്തത്. ഇതിൻ്റെ ഇപ്പോൾ മെറ്റീരിയലിന് എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും 16 ഗേജ് ഇട്ട് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഈ ഒരു റേറ്റ് തന്നെ വരുള്ളൂ കേട്ടോ. ഈ ഒരു ഗേറ്റിന് ഒരു 20,000 രൂപ ബഡ്ജറ്റിന്റെ താഴെയാണ് വന്നിട്ടുള്ളത്. അവിടെ വന്നിട്ടുള്ളതും 20,000 രൂപ ബഡ്ജറ്റിന്റെ താഴെയാണ് വന്നിട്ടുള്ളത്. അതിൽ CNC കട്ടിങ് കാര്യങ്ങൾ, ഹാൻഡിൽ, മറി, വീലുകൾ, ഫോറിൻ വീല് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്യുന്നതിന്റെ ഓരോ വിഷ്വലുകൾ, നല്ല നല്ല വർക്കിന്റെ വിഷ്വലുകൾ വരുന്നതാണ്. ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.